ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് ഗായ്സ്. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിലാണ് ഗായ്സ് ഉള്ളത്. കണ്ണൂരിലുള്ളൊരു ഫേമസ് ആയ ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഗായ്സ്. നമ്മളിപ്പോൾ ഔട്ട്സൈഡാണുള്ളത്. നമ്മളിപ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഔട്ട്സൈഡ് വ്യൂ ആണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എൻട്രി പാസ് ചെയ്യാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ അകത്തേക്ക് വന്നിരിക്കുകയാണ്. എൻട്രി ഫീ 20 റുപ്പീസ് ഒരാൾ. അപ്പോൾ ഗൈസ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഓ മൈ വാട്ട് എ പ്ലേസ്. ഇതാണ് ഗൈസ് മെയിൻ എൻട്രൻസ്. ഇതാണ് ഗൈസ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പയ്യാമ്പലം ലൈറ്റ് ഹൗസ്. കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പയ്യാമ്പലം ലൈറ്റ് ഹൗസ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കറക്റ്റ് ഈ ലൊക്കേഷനിൽ വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൈസ് ഇതാണ് എൻട്രി ഗൈസ്. അത്യാവശ്യം ഫാമിലി കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസാണ്. നമുക്ക് അകത്തേക്ക് പോകാം. വീക്കെൻഡിൽ ഈ ഒരു പ്ലേസിൽ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഇന്ന് മൺഡേ ആയതുകൊണ്ടാണ് അത്ര വലിയ തിരക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഗായ്സ്, ഇതിൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് പയ്യാമ്പലം ലൊക്കേഷൻ വരുന്നത്. ഡെസ്റ്റിനേഷനാണ് പയ്യാമ്പലം ലൊക്കേഷൻ വരുന്നത്. ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് പയ്യാമ്പലത്തേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഗായ്സ് ലൈറ്റ് ഹൗസ് മ്യൂസിയം എന്ന് പറയുന്നത്. പക്ഷേ മൺഡേ ഇവിടെ ഓഫാണ്, അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇവിടത്തേക്കാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ മൺഡേ ഓഫാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇവർ മൺഡേ ഓഫാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗായ്സ് ഇവിടെ വരുന്നവർ മൺഡേ വരാതിരിക്കുക. ബിക്കോസ് മൺഡേ വന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല, കാരണം അകത്തേക്ക് എൻട്രി ഇല്ല. ബാക്കി എല്ലാ ദിവസവും ഓപ്പണാണ്, പക്ഷേ മൺഡേ ഒരു ദിവസം ഓഫാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ലൈറ്റ് ഹൗസിലേക്ക് വരുവാണെങ്കിൽ അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള വ്യൂ കാണാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇന്നിവിടെ ഓപ്പൺ അല്ല. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടോപ്പിൽ കയറിയിട്ട് നമുക്ക് മൊത്തത്തിലുള്ള വ്യൂ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ
അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അത്യാവശ്യം ഓവർ സൈസുള്ള ഒരു വ്യക്തിയേക്കാൾ ആൾക്കാർക്കൊന്നും അത്ര ഈസിലി മേളിലേക്ക് കയറാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കുറച്ച് സ്റ്റാമിന വേണം, കാരണം നല്ല രീതി, കാരണം അതിൻ്റെ ടോപ്പിലേക്ക് കയറാൻ അതിൻ്റെ അകത്തുള്ള എൻട്രൻസ് കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് അതിൻ്റെ അകത്ത് കയറിയ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്തായാലും നെക്സ്റ്റ് ഡേ എന്തായാലും ഇവിടെ വന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അത്യാവശ്യം ഈവനിങ്ങിലും മോർണിംഗിലൊക്കെ വാക്കിങ്ങിനൊക്കെ ഒരു പറ്റിയ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് ഇവിടെ. അതുപോലെ തന്നെ മൺഡേ ആയതുകൊണ്ടാണ് ഇത്ര റഷ് ഇല്ലാത്തെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കപ്പിൾസിനും കുറച്ച് ഫാമിലീസൊക്കെ ഓൾറെഡി ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടുന്ന് ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ ഗായ്സ് ഞാൻ തിരിച്ചു പോവുകയാണ്. കാരണം ഇവിടെ അത്ര വലിയൊരു സ്പേസസ് ഇതിപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഡെഡ് എൻഡിലാണ് വന്നിട്ടുള്ളത്. കാരണം അവിടെ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ മാത്രമേ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് തന്നെയാണ് മാക്സിമം. കാരണം ഈ ഒരു പാർക്കും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു വ്യൂ തന്നെയാണ്. കാരണം പീസ്ഫുള്ളായിട്ട് ഏത് മോർണിംഗ് വാക്കിങ്ങിനായാലും ഈവനിങ്ങിലായാലും ഒരു നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒരു മറൈൻ ഡ്രൈവ് ഫീൽ ഉണ്ടല്ലോ, അതുപോലത്തെ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പയ്യാമ്പലത്തേക്കാണ് നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു ലൊക്കേഷനിൽ അത്ര വലിയ രീതിയിൽ കാണാം. ഈ ഒരു ഒരു വ്യൂ മാത്രമേ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ട് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ് ലൊക്കേഷൻ മറക്കണ്ട, നിയർ ബൈ ലൈറ്റ് ഹൗസ്. കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ലൈറ്റ് ഹൗസിനെ സെർച്ച് ചെയ്താൽ മാത്രം മതി. ഞാൻ ഒരു വട്ടം കൂടി കാണിച്ചു തരാം. ഇതാണ് ലൈറ്റ് ഹൗസിലേക്കുള്ള എൻട്രി വരുന്നത്. ലൈറ്റ് ഹൗസിൽ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻട്രി ആണ്. അവിടെ എനിക്ക് ടിക്കറ്റ് റേറ്റ് സെയിം തന്നെയാണ്. 20 റുപ്പീസാണ് ഒരാൾക്ക് പെർ ഹെഡിന് വരുന്നത്. 20 റുപ്പീസാണ്. രണ്ട് എൻട്രി ആണ്. ഇതാണ് ഗൈസ് മെയിൻ എൻട്രൻസ്. ഇങ്ങനെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഗൈസ് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്.
എനിക്ക് അത്യാവശ്യം റഷ് ആവുന്നുണ്ട്. അധികം എനിക്ക് തോന്നുന്നു കപ്പിൾസിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഫാമിലീസാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അധികം കണ്ടത് ഫാമിലീസിനെയാണ്. കപ്പിൾസ് ഇവിടെ ഉണ്ട്, പക്ഷേ അധികം എനിക്ക് കാണാൻ പറ്റിയത് ഫാമിലീസിനെയാണ് എനിക്കധികം കാണാൻ വേണ്ടി പറ്റിയത്. അതുപോലെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും അവൈലബിൾ ആണ്. അതിന് ട്രാഫിക്കോ കാര്യങ്ങളോ ഈ ഒരു ലൊക്കേഷനിൽ അത്ര വലിയ ട്രാഫിക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ എനിക്ക്. പക്ഷെ പയ്യാമ്പലത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര വലിയ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നതല്ല. പയ്യാമ്പലത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടുന്നതല്ല. നമ്മളിപ്പോൾ അതായത് എക്സിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതാണ് ഗായ്സ് ലൈറ്റ് ഹൗസിൻ്റെ എൻട്രി വരുന്നത്. ഇതാണ് മൺഡേ ഹോളിഡേ എന്ന് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അഡൾട്ട് 20 റുപ്പീസ്, ചിൽഡ്രൻ 10 റുപ്പീസ്, സീനിയർ സിറ്റിസൺ 10 റുപ്പീസ്, ഫോട്ടോ എടുക്കാൻ എക്സ്ട്രാ 20 റുപ്പീസ് പേ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ ജസ്റ്റ് ഒരു ലൈറ്റ് ഹൗസിലെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.